GST അക്കൗണ്ടിംഗ് എൻട്രീസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. CGST, SGST എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് IGST ആണ്. അതായത് ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് വൗച്ചേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. IGST ആപ്ലിക്കബിൾ ആകുന്ന രീതിയിൽ. അപ്പോൾ ഇതിന് മുന്നത്തെ എക്സാമ്പിളിൽ നമ്മൾ കാണാത്തവരുണ്ടെങ്കിൽ അതിനകത്ത് CGST, SGST വളരെ വിശദമായിട്ട് തന്നെ പഠിപ്പിച്ചിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വരിക, എങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. നമുക്ക് അതിന്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. ആദ്യമേ തന്നെ കമ്പനി ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? GST കോൺഫിഗറേഷൻ ആണ്. GST കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ GST ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? GST എനേബിൾ ചെയ്യണം. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം GST ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. GST ലെഡ്ജേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ IGST ആണ് നോക്കുന്നത്. അതുകൊണ്ട് IGST എന്ന് പറയുന്ന ഒരൊറ്റ ലെഡ്ജർ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. പിന്നെ വരുന്നത് ഇന്റർ സ്റ്റേറ്റ് സെയിൽസ് ആൻഡ് പർച്ചേസ് രജിസ്റ്റേഴ്സ് ആണ്. ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് തവണ പർച്ചേസ് സെയിൽസ് ലെഡ്ജർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കുന്നത് GST ആപ്ലിക്കബിൾ ആകുന്ന രീതിയിൽ ഈ പർച്ചേസ് ലെഡ്ജറും സെയിൽസ് ലെഡ്ജറും എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം പാർട്ടി ലെഡ്ജേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുക. അതായത് സെൻട്രൽ, ക്രെഡിറ്റർ, ഡെബിറ്റർ എന്നുള്ള ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഇൻവോയ്സിംഗ് നടത്തുക. ഇത്രയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക. ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ സെയിം എക്സാമ്പിൾ തന്നെയാണ് നമ്മളിവിടെ, ആ സെയിം കമ്പനി തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കമ്പനി ക്രിയേഷൻ ചെയ്യുന്നില്ല, എക്സിസ്റ്റിംഗ് കമ്പനിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടാലിയിൽ അത് നോക്കാം. ആദ്യമേ തന്നെ കമ്പനി സെലക്ട് ചെയ്യുക. അതിന് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരിക. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ കമ്പനി ഇൻഫോയിൽ സെലക്ട് കമ്പനി എടുക്കുക. സെലക്ട് കമ്പനിയിൽ ഒമേഗ പ്രൈവറ്റ് ലിമിറ്റഡിന് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പനി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് GST എനേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് F11 ഫീച്ചേഴ്സ് എടുക്കുക. F11 ഫീച്ചേഴ്സിന്റെ അകത്ത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST എന്നുള്ളത് S ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ S ആണ്. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ചെയ്തിരുന്നു. അപ്പോൾ ഇത് നോക്കുക. ഇത് നോ ആണെങ്കിൽ അത് എന്തായിട്ട് കൊടുക്കുക? S ആയിട്ട് മാറ്റി സെറ്റ് ചെയ്യുക. ഇനി സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. നമുക്ക് GST ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ S ആയിട്ട് കൊടുത്തിട്ട് അവിടെ നമുക്കൊരു വിൻഡോ കിട്ടും. അപ്പോൾ S എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ കിട്ടും. അതിൻ്റെ അകത്ത് നമ്മുടെ കമ്പനിയുടെ GST ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതായത് GST നമ്പർ, രജിസ്ട്രേഷൻ ടൈപ്പ്, ഏത് സ്റ്റേറ്റിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത്. ക്വിറ്റ് ചെയ്യുക. അതിനുശേഷം എസ്കേപ്പ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് GST ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. GST ലെഡ്ജേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ IGST എന്ന് പറയുന്ന ഒരു ലെഡ്ജർ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് അക്കൗണ്ട്സ് ഇൻഫോയിൽ വരിക. അക്കൗണ്ട്സ് ഇൻഫോയിൽ ലെഡ്ജേഴ്സ് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് സിംഗിൾ ലെഡ്ജർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. IGST എന്ന് പേര് കൊടുത്തു. അതിനുശേഷം അണ്ടർ എന്നുള്ളത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്നുള്ള ഗ്രൂപ്പിൽ വേണം GST ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി GST ആണ്. ടൈപ്പ് ഓഫ് ടാക്സ് എന്നുള്ളത് ഇന്റഗ്രേറ്റഡ് ടാക്സ് ആണ്. IGST ആയതുകൊണ്ട് അത് ഇന്റഗ്രേറ്റഡ് ടാക്സ് ആണ്. പെർസെൻറ്റേജ് ഓഫ് കാൽക്കുലേഷൻ 0% എന്ന് തന്നെ കൊടുത്താൽ മതി. ഒന്നിലധികം റേറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരുന്നത് IGST 18% ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് 18 ഇവിടെ കൊടുക്കും. ഇത് കൊടുത്തില്ലെങ്കിൽ 0% എന്ന് തന്നെ ഇടുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദെൻ ഓപ്പണിംഗ് ബാലൻസ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. അതിനുശേഷം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് രജിസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. പർച്ചേസ് രജിസ്റ്റർ, സെയിൽസ് രജിസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 18% ആണ്. 18% ടാക്സ് റേറ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ്, അത് എത്ര റേറ്റ് ആണ്? റേറ്റും കൂടി ചേർത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പർച്ചേസ് ലെഡ്ജർ, സെയിൽസ് ലെഡ്ജർ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഗുഡ്സിനൊക്കെ പല റേറ്റിൽ വരുന്നുണ്ട്. അപ്പം 18%, 28%, 5% എന്ന് പറഞ്ഞ് നമ്മൾ ഏത് റേറ്റിലാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആ റേറ്റും കൂടി ചേർത്തിട്ട് നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നിലധികം ലെഡ്ജേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. അണ്ടർ എന്നുള്ളത് പർച്ചേസ് അക്കൗണ്ട്സ് ആണ്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം GST എടുക്കുക, ഓപ്ഷൻ വരിക. സ്റ്റാറ്റ്യൂട്ടറി ഇൻഫർമേഷന്റെ അകത്ത് GST ആപ്ലിക്കബിൾ എന്ന് ചോദിക്കുന്നുണ്ട്. GST ആപ്ലിക്കബിൾ ആണ്. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസ്, അത് യെസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് GST ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Y എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്താൽ മതി.
ഇവിടെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രാസ്റ്റേറ്റ് ആയിരുന്നു. ഇൻട്രാസ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് ടാക്സബിൾ എന്നാണ് കൊടുത്തിരുന്നത്. ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ടാക്സബിൾ ആണ്. ഓക്കെ, ഇതിൽ വ്യത്യാസമുണ്ട്. സാധാരണ ഒരു പർച്ചേസ് രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഇവിടെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഒക്കെ തുടങ്ങിയ കാര്യങ്ങൾ GST ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയണം. ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ടാക്സബിൾ എന്നുള്ള ഓപ്ഷൻ ആണ്. ഇൻട്രാസ്റ്റേറ്റ് ആണെങ്കിൽ പർച്ചേസ് ടാക്സബിൾ എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ടാക്സബിൾ എന്നുള്ള ഓപ്ഷൻ എൻ്റർ ചെയ്തു. ഇനി ടാക്സ് ഡീറ്റെയിൽസ് കൊടുക്കണം. ടാക്സബിലിറ്റി ടാക്സബിൾ ആണ്. ടാക്സ് ടൈപ്പ് ഇന്റഗ്രേറ്റഡ് ടാക്സ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. അത് നമ്മൾ 18% എന്ന് കൊടുക്കുകയാണ്. ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വന്നോളൂ. ഈ ഓപ്ഷൻ ഇവിടെ സെൻട്രൽ ടാക്സ് സ്റ്റേറ്റ് ടാക്സ് എന്നുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ F12 കോൺഫിഗറിൽ പോയിട്ട് ഷോ ഓൾ GST ടാക്സ് ടൈപ്പ് എന്നുള്ളത് എസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് ടാക്സ് സെൻട്രൽ ടാക്സ് എന്ന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അതല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ടാക്സ് എന്നോ ഒരൊറ്റ ടാക്സ് മാത്രമേ നമ്മളോട് ചോദിക്കത്തുള്ളൂ. ഇനി ഇത് അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ഓഫ് സപ്ലൈ ചോദിക്കുന്നുണ്ട്. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഗുഡ്സ് സെലക്ട് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് സെയിൽസ് രജിസ്റ്ററും സെയിൽസ് ലെഡ്ജറും ക്രിയേറ്റ് ചെയ്യുക. സെയിൽസ് അറ്റ് 18%. ഏതിൽ ഗ്രൂപ്പിന്റെ കീഴിലായിരിക്കും? സെയിൽസ് അക്കൗണ്ടിന്റെ കീഴിലായിരിക്കും. ഇൻവെന്ററി വാല്യൂസ് ആർ അഫക്റ്റഡ് എന്നുള്ളത് യെസ് എന്ന് കൊടുക്കുക. GST ആപ്ലിക്കബിൾ തന്നെയായിട്ട് കൊടുക്കുക. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസ് അവിടെ വൈന്ന് എൻ്റർ ചെയ്യുക. നമുക്ക് GST ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള സ്ക്രീൻ കിട്ടും. അവിടെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ അതെന്ത് കൊടുക്കണം? ഇന്റർ സ്റ്റേറ്റ് സെയിൽസ് ടാക്സബിൾ എന്ന് കൊടുക്കണം. ഇന്റർ സ്റ്റേറ്റ് സെയിൽസ് ടാക്സബിൾ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇന്റഗ്രേറ്റഡ് ടാക്സ് 18% എന്ന് കൊടുക്കുക. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആണ്, അത് കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് സെയിൽസ് ലെഡ്ജറും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തുള്ളത് പാർട്ടി ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാനാണ്. അത് സൺട്രി ക്രെഡിറ്ററും സൺട്രി ഡെബ്റ്ററും ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പർച്ചേസ് ഡീറ്റെയിൽസും സെയിൽസ് ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വരുന്നത് ഒന്ന് ലക്ഷ്മി ടെക്സ്റ്റൈൽസ് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, പിന്നെ വരുന്നത് യുവാൻ കളക്ഷൻസ് ബാംഗ്ലൂർ കർണാടക. അപ്പൊ നമുക്കറിയാം ഇന്റർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നിലധികം സ്റ്റേറ്റ്സ് ഇൻവോൾവ് ആവണം അല്ലെ. നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റിലും നമ്മൾ പർച്ചേസ് സെയിൽസ് നടത്തിയിരിക്കുന്ന കമ്പനി വേറൊരു സ്റ്റേറ്റിലും ആയിരിക്കണം. അപ്പൊ നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? കേരള എന്നുള്ള സ്റ്റേറ്റിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ലക്ഷ്മി ടെക്സ്റ്റൈൽസ് എവിടെയാണ്? ചെന്നൈ എന്ന് പറയുമ്പോൾ തമിഴ്നാട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതേപോലെ തന്നെ സെയിൽസ് നടത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ഓക്കെ, അത് കർണാടക സ്റ്റേറ്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് സൺട്രി ക്രെഡിറ്ററും ഡെബ്റ്ററും ക്രിയേറ്റ് ചെയ്യാം. സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ആദ്യം ലക്ഷ്മി ടെക്സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യാം. ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീനിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ലക്ഷ്മി ടെക്സ്റ്റൈൽസ്. ഓക്കെ, അണ്ടർ സൺട്രി ക്രെഡിറ്റർ ക്രിയേറ്റ് ചെയ്തു. ഇൻവെന്ററി വാല്യൂസ് ആർ അഫക്റ്റഡ് യെസ്. ഇവിടെ വരുമ്പോൾ കൺട്രി ഇന്ത്യ, സ്റ്റേറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടുമാണ്. സ്റ്റേറ്റ് തമിഴ്നാടുമാണ്. പിൻകോഡ് അറിയാമെങ്കിൽ നമ്മൾ കൊടുക്കുക. പാൻ കാർഡ് ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ അത് കൊടുക്കാം. രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആണ്. GST നമ്പർ നമുക്ക് കൊടുക്കാം. അക്സെപ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ സൺട്രി ഡെബ്റ്ററും ക്രിയേറ്റ് ചെയ്യാം. അത് യുവാൻ കളക്ഷൻസ് കർണാടകയാണ്. സൺട്രി ഡെബ്റ്റർ ആണ്. സ്റ്റേറ്റ് നോക്കുക, കർണാടകയാണ്. പാൻ കാർഡ് ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ അത് കൊടുക്കുക. രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ. GSTIN എന്ന് പറയുന്നത് കമ്പനിയുടെ, നമ്മുടെ യുവാൻ കളക്ഷൻസ് എന്നുള്ള കമ്പനിയുടെ GST നമ്പർ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അക്സെപ്റ്റ് ചെയ്തു. അത്രയും സ്റ്റെപ്പ് കഴിഞ്ഞു.
ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റോക്ക് ക്രിയേഷൻ ആണ്. ഇവിടെ ക്രിയേറ്റ് സ്റ്റോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാം. 2 ഐറ്റംസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ജീൻസ്, പിന്നെ ഒന്ന് ഷർട്ട്സ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റോക്ക് ക്രിയേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീനിലാണ് നിൽക്കുന്നത്. അവിടുന്ന് എസ്കേപ്പ് പ്രസ് ചെയ്യുക. എസ്കേപ്പ് പ്രസ് ചെയ്തിട്ട് ബാക്കിലേക്ക് വരിക. അങ്ങനെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരിക. അവിടുന്ന് ഇൻവെന്ററി ഇൻഫോ സെലക്ട് ചെയ്യുക. ഇൻവെന്ററി ഇൻഫോയിൽ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് ഒന്നും നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തു. സിംഗിൾ സ്റ്റോക്ക് ഐറ്റമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ജീൻസ്, ഐറ്റം നെയിം ജീൻസ് ആണ്. അണ്ടർ പ്രൈമറി ഗ്രൂപ്പ് ആണ്. യൂണിറ്റ്സ്, നമ്പേഴ്സ്, നമ്മൾ ഇതിന് മുന്നത്തെ കമ്പനി എക്സാമ്പിൾ ചെയ്തപ്പോൾ യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടിരുന്നു. അതുകൊണ്ടാണ് നമ്പേഴ്സ് എന്ന് കാണിക്കുന്നത്. നമ്പേഴ്സ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് Alt C പ്രസ് ചെയ്തിട്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. GST ആപ്ലിക്കബിൾ ആണ്. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസ് ബൈ ടാക്സ് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. കാൽക്കുലേഷൻ ടൈപ്പ് ഓൺ വാല്യൂ എന്ന് തന്നെ കൊടുക്കുക. ടാക്സബിൾ ആണ്. ടാക്സബിലിറ്റി ടാക്സബിൾ ആണ്. ഇന്റഗ്രേറ്റഡ് ടാക്സ് 18% ആണ്. അത് കൊടുത്തു. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആണ്. അക്സെപ്റ്റ് ചെയ്തു. അടുത്തത് ഷർട്ട് ആണ്. ഷർട്ട് അണ്ടർ പ്രൈമറി ഗ്രൂപ്പ് ആണ്. യൂണിറ്റ് നമ്പേഴ്സ് ആണ്. GST ആപ്ലിക്കബിൾ ആണ്. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസ് എന്നുള്ളത് എസ് എന്ന് കൊടുക്കുക. കാൽക്കുലേഷൻ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. അത് ഓൺ വാല്യൂ ആണ്. ടാക്സബിലിറ്റി ടാക്സബിൾ ആണ്. ഇന്റഗ്രേറ്റഡ് ടാക്സ് 18% ആണ്. അപ്പോൾ അതും നമ്മൾ കൊടുത്തു. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആണ്. അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന സ്റ്റോക്ക് ഡിസ്പ്ലേ, ഇതിൽ നമ്മൾ ഹാർഡ് ഡിസ്കും DVD-യും ഇതിന് മുന്നത്തെ എക്സാമ്പിളിൽ ചെയ്തതായിരുന്നു. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ജീൻസ്, ഷർട്ട് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ലെഡ്ജേഴ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അക്കൗണ്ട്സ് ഇൻഫോയിൽ പോയിട്ട് ലെഡ്ജേഴ്സ് എടുക്കുക. അവിടെ ഡിസ്പ്ലേ എടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലെഡ്ജേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും പർച്ചേസ് അറ്റ് 18%, സെയിൽസ് അറ്റ് 18% എന്ന് കിടപ്പുണ്ട്. അത് ലോക്കൽ പർച്ചേസും സെയിൽസും നടത്തിയപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ലെഡ്ജേഴ്സ് ആണ്. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ്, ഇന്റർ സ്റ്റേറ്റ് സെയിൽസ് എന്ന് പറഞ്ഞ് 2 പുതിയ ലെഡ്ജേഴ്സും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ IGST, CGST ഒക്കെ GST ലെഡ്ജേഴ്സ് ആണ്. പിന്നെ സൺഡ്രി, ക്രെഡിറ്റർ, ഡെബിറ്റർ, അങ്ങനെ 2 ലെഡ്ജേഴ്സും കൂടി വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻവോയ്സിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻസിന്റെ അകത്ത് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യുക. അക്കൗണ്ടിങ് വൗച്ചേഴ്സിന്റെ അകത്ത് ഇപ്പം നമ്മൾ കിടക്കുന്നത് പേയ്മെന്റ് വൗച്ചറിലാണ്. അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക? പർച്ചേസ് സെലക്ട് ചെയ്യുക. F9 പർച്ചേസ് സെലക്ട് ചെയ്തു. ഇനി പർച്ചേസ് വൗച്ചറിന്റെ അകത്ത് നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ കിടപ്പുണ്ട്. പർച്ചേസ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ജീൻസും ഷർട്ട്സും ആണ്. ജീൻസിന്റെ ക്വാണ്ടിറ്റി 200ഉം റേറ്റ് 2000ഉം ആണ്. GST എത്രയാണ്? 18% ആണ്. നമുക്കത് എൻ്റർ ചെയ്യാം. ഇൻവോയ്സ് നമ്പർ കൊടുക്കുക. ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ വേർഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് മാറ്റി കൊടുക്കാത്തത്. എഡ്യൂക്കേഷൻ വേർഷനിൽ വരുമ്പോൾ നമുക്ക് 1st 31st അങ്ങനെയുള്ള 2 ഡേറ്റുകൾ മാത്രമേ എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതല്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു മാസത്തെ എല്ലാ ഡേറ്റും എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ഡേറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ ഡേറ്റ് എന്നുള്ള ഫീൽഡ് സ്കിപ്പ് ചെയ്ത് തന്നെ പോകുന്നത് കേട്ടോ. ഇനി പാർട്ടി അക്കൗണ്ട് നെയിം എന്താണ്? ലക്ഷ്മി ടെക്സ്റ്റൈൽസ് ആണ്. പർച്ചേസ് ലെഡ്ജർ നോക്കുമ്പോൾ ഇവിടെ 2 എണ്ണം വരുന്നുണ്ട് അല്ലെ. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസും വരുന്നുണ്ട്, പർച്ചേസ് എന്നുള്ളതും വരുന്നുണ്ട്. ഈ പർച്ചേസ് എന്നുള്ളത് നമ്മൾ ലോക്കൽ പർച്ചേസിന് വേണ്ടി ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്തതായിരുന്നു. ഇപ്പം നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് എന്നും പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നതാണ്. അത് സെലക്ട് ചെയ്തു. ഐറ്റം ജീൻസ്, ക്വാണ്ടിറ്റി 100, റേറ്റ് 2000. ഓക്കെ, അപ്പോൾ 4000 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്തത് ഷർട്ട്സ്, ക്വാണ്ടിറ്റി 250, റേറ്റ് 3000. ക്വാണ്ടിറ്റി 250, റേറ്റ് 3000. ഓക്കെ, നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എമൗണ്ടും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു തവണ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ എൻ്റർ ഇവിടെ നിൽപ്പുണ്ട്. ഒന്നും കൂടി എൻ്റർ ചെയ്യുക. 2 തവണ എൻ്റർ ചെയ്തു. നമുക്ക് GST ലെഡ്ജേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏതാണ് വേണ്ടത്? IGST ആണ്. IGST സെലക്ട് ചെയ്തു. IGST സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. 18% റേറ്റിൽ എമൗണ്ട് വന്നിട്ടുണ്ട്.
2 lakhs എന്നുള്ള എമൗണ്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ടോട്ടൽ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് GST കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ IGST നോക്കുന്നത്. ഇനി ടാബ് പ്രസ് ചെയ്യാം. പ്രൊവൈഡ് GST ഇ-വേ ബിൽ ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ എസ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് കാണാനായിട്ട് പറ്റും, അത്രേ ഉള്ളൂ. ഇനി നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ നരേഷൻ കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെയിൽസ് ലെഡ്ജറിൽ നമുക്ക് ഐറ്റം ജീൻസ് ഷർട്ട് തന്നെയാണ്. ക്വാണ്ടിറ്റി 60-75, റേറ്റ് തന്നിട്ടുണ്ട്. അത് എവിടെയാണ്? യുവാൻ കളക്ഷൻസ് ബാംഗ്ലൂരാണ്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ പർച്ചേസ് വൗച്ചറിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് മാറ്റിയിട്ട് എന്തെടുക്കുക? സെയിൽസ് എടുക്കുക. സെയിൽസ് എടുക്കാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയായി. അതല്ലെങ്കിൽ F8 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് എന്നുള്ള ഓപ്ഷൻ, സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്ത് കിട്ടും. അതിൻ്റെ അകത്ത് റെഫറൻസ് നമ്പർ കൊടുക്കുക. അക്കൗണ്ട് നെയിം, പാർട്ടി അക്കൗണ്ട് നെയിം എന്നുള്ളത് യുവാൻ കളക്ഷൻസ്. സെയിൽസ് ലെഡ്ജർ, ഇതിൽ നമ്മൾ ലെഡ്ജർ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ സെയിൽസ് ലെഡ്ജർ സെലക്ട് ചെയ്യണം. നമ്മൾ റേറ്റ് അനുസരിച്ച് പല സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളത്, അത് ഇൻഡർസ്റ്റേറ്റ് ആണെങ്കിൽ ഇൻഡർസ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ലോക്കൽ സെയിൽസ് ആണെങ്കിൽ ലോക്കൽ സെയിൽസിന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെഡ്ജർ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇൻഡർസ്റ്റേറ്റ് ആണ്, അത് സെലക്ട് ചെയ്തു. നെയിം ഓഫ് ഐറ്റം ജീൻസ്, ക്വാണ്ടിറ്റി 63,000 എമൗണ്ട് വന്നിട്ടുണ്ട്, 1,80,000. അടുത്തത് ഷർട്ട് ക്വാണ്ടിറ്റി 75, റേറ്റ് 4,500. ക്വാണ്ടിറ്റി 75, റേറ്റ് 4,500. ഓക്കെ, 3 lakhs സംതിങ് വാല്യൂ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു തവണ എൻ്റർ ചെയ്തു, ഒന്നും കൂടി എൻ്റർ ചെയ്യാം, 2 തവണ എൻ്റർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് IGST എന്നുള്ള ലെഡ്ജർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു, 18%. അപ്പോൾ നമുക്കവിടെ വാല്യൂ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 93,150 എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് GST ആപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ സെയിൽസ് ലെഡ്ജറിലും പർച്ചേസ് ലെഡ്ജറിലും ഇൻവോയ്സിംഗ് നടത്തുന്നത്. ഓക്കെ, നരേഷൻ കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റെപ്സും നമ്മൾ നമുക്ക് റിപ്പോർട്ട് കണ്ടു നോക്കാം. എസ്കേപ്പ് ചെയ്യുക. എസ്കേപ്പ് ചെയ്തിട്ട് ഡിസ്പ്ലേയിൽ വരിക. ഡിസ്പ്ലേയിൽ അക്കൗണ്ട്സ് ബുക്ക് എടുക്കുക. അക്കൗണ്ട്സ് ബുക്കിൽ സെയിൽസ് രജിസ്റ്റർ, പർച്ചേസ് രജിസ്റ്റർ എന്ന് പറഞ്ഞ് 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ സെയിൽസ് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏപ്രിൽ മാസത്തെ നടന്ന ട്രാൻസാക്ഷൻ, അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണിക്കുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏപ്രിലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വൗച്ചേഴ്സ് കാണാനായിട്ട് പറ്റും. ഇപ്പം ബ്രൈറ്റ് ഇൻഫോടെക് എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോക്കൽ സെയിൽസ് നടത്തിയപ്പോൾ വന്നതായിരുന്നു. യുവാൻ കളക്ഷൻസ് എന്നുള്ളത് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആ വൗച്ചറിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ടാക്സ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ടാക്സ് അനാലിസിസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ടാക്സ് കറക്റ്റായിട്ട് കാണാം. ഓക്കെ, ഇൻഡർസ്റ്റേറ്റ് സെയിൽസ് ടാക്സബിൾ എന്നുള്ളത് ടാക്സബിൾ വാല്യൂ ഉണ്ട്, ടാക്സ് വാല്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ടോട്ടൽ വാല്യൂ ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ടാക്സ് അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. എസ്കേപ്പ് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മൾ കോളംനാർ കൊടുത്തിട്ട് കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽസ്, ഓരോ കോളം പുതിയതായിട്ട് ആഡ് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് നോക്കാം. പാർട്ടീസ് GST IN നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, എസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, റേറ്റ് ഡീറ്റെയിൽസ് എസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽസ് ഓരോ കോളമായിട്ട് നമ്മളവിടെ ഓപ്ഷൻ എടുത്തിട്ട് അവിടെ എസ് എന്ന് കൊടുത്തിട്ടുള്ള ആ വാല്യൂസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് സെയിൽസ് വൗച്ചർ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, വൗച്ചർ നമ്പർ കൊടുത്തിട്ടുണ്ട്, GST IN എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്, റേറ്റ് കൊടുത്തിട്ടുണ്ട്, വാല്യൂ ഉണ്ട്, ഗ്രോസ് ടോട്ടൽ, പിന്നെ സെയിൽസ് പെർസെൻറ്റേജ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പർച്ചേസ് ലെഡ്ജറിലും ഏപ്രിൽ മാസത്തെ ക്ലോസിംഗ് ബാലൻസ് കാണിക്കുന്നുണ്ട്. അതൊന്നും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ
ആ ഏപ്രിൽ മാസത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വൗച്ചേഴ്സ് കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ വൗച്ചറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത്. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ അകത്തും ടാക്സ് അനാലിസിസ് കൊടുത്തു കഴിഞ്ഞാൽ ടാക്സ് അനാലിസിസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ടാക്സബിൾ ആണ്, അതിന്റെ ടാക്സബിൾ വാല്യൂ, പിന്നെ ടാക്സ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ജീൻസ് ഷർട്ട്, അതിന്റെ ടാക്സബിൾ വാല്യൂ, ടാക്സ് വാല്യൂ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാം. ഇനി ഡിസ്പ്ലേയിൽ വരിക. ഡിസ്പ്ലേയിൽ GST റിപ്പോർട്ട് നമുക്ക് കാണണം. GST റിപ്പോർട്ട് എവിടെ ഉണ്ടാവും? സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിന്റെ അകത്താണ് GST റിപ്പോർട്ട് ഉണ്ടാവുക. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിന്റെ അകത്ത് GST സെലക്ട് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ GSTR 1, 2, 3B എന്ന് പറഞ്ഞ് 3 എണ്ണമാണ് നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. 1, 2 എന്നുള്ളത് സെയിൽസ് ഡീറ്റെയിൽസും പർച്ചേസ് ഡീറ്റെയിൽസും ഉൾക്കൊള്ളുന്നതാണ്. ഇൻവേർഡ് ഔട്ട്വേർഡ് സപ്ലൈസ് കാണിക്കുന്നതാണ്. GSTR 3 എന്ന് പറയുന്നത് ഇതിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പൊ നമുക്ക് പർച്ചേസ് ഡീറ്റെയിൽസ് നോക്കാം. GSTR 2 ആണ് ഞാനിവിടെ എടുക്കുന്നത്. അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഡീറ്റെയിൽസ്. ഓക്കെ, ഈ രീതിയിലാണ് GST എൻ്റർ ചെയ്യുന്നതും അതിൻ്റെ റിപ്പോർട്ട് എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ്റെ കേസായിരുന്നു. IGST എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നായിരുന്നു. ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ EGSTയും SGSTയും എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിരുന്നു. ഓക്കെ, താങ്ക് യു.